Good morning. Today's topic, independent coordinates of a rigid body. A rigid body is defined as a system of mass points subject to the holonomic constraints that the distances between all pairs of points remain constant throughout the motion. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് റിജിഡ് ബോഡി എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ആ ഒബ്ജക്റ്റിലെ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു പെന്നിൻ്റെ കേസിൽ നോക്കാം. ഈ പെന്നിൽ രണ്ട് പോയിൻറ്റ്സ്, ഈ ഒബ്ജക്റ്റിലെ രണ്ട് പോയിൻറ്റ്സാണ് ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും എന്ന് അസ്യൂം ചെയ്യുക. ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഈ ബോഡിയെ നമ്മൾ ഏത് തരത്തിൽ മൂവ് ചെയ്യിച്ചാലും ഈ ഡിസ്റ്റൻസ് മാറുന്നില്ല. സോ ദിസ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് എ റിജിഡ് ബോഡി. ഇനി നമ്മളിവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ കുറിച്ചും അതുപോലെ തന്നെ കൺസ്ട്രെയിൻസിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റിജിഡ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രണ്ട് പോയിൻറ്റ്സ്, ആ റിജിഡ് ബോഡിയിലെ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റെസ്ട്രിക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ബോഡിയിലെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിജിഡ് ബോഡിയിൽ കാണുന്ന കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ഇവിടെ ഉള്ള കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ്. എന്താണ് ഇവിടുത്തെ കൺസ്ട്രെയിൻ? രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓൾ പെയർസ് ഓഫ് പോയിൻറ്റ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ മോഷൻ. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന കൺസ്ട്രെയിൻ ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ നമ്മൾ ഒരു റിജിഡ് ബോഡിയെ ഡിഫൈൻ ചെയ്തു. ഒന്നുകൂടി പറയാം, ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത് ആ ബോഡിയിലെ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ റെസ്ട്രിക്ഷന് കാരണമായ കൺസ്ട്രെയിനിന് നമ്മൾ കൊടുക്കുന്ന പേര് ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്നുമാണ്. ഇനി നമുക്ക് എന്താണ് ഹോളോണോമിക് കൺസ്ട്രെയിൻ എന്ന് നോക്കാം. ഡെഫിനിഷൻ: കൺസിഡർ എ സിസ്റ്റം ഓഫ് n പാർട്ടിക്കിൾസ്. ഒരു സിസ്റ്റം നമുക്ക് കൺസിഡർ ചെയ്യാം, n പാർട്ടിക്കിൾ സിസ്റ്റമാണ്. അതായത് 1, 2, 3 അപ് ടു n നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇവിടെ പ്രസൻ്റ് ആണ്. ഇതാണ് നമ്മുടെ സിസ്റ്റം. ദെൻ R1, R2, R3 എക്സെട്ര Rn be the position coordinates of each particle and T be the time coordinate. അപ്പം ഈ ഓരോ പോയിൻറ്റിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ് R1, R2, R3 എക്സെട്ര അപ് ടു Rn. Then let there be some constraints of the system if all constraints are expressed in the form of equations of the form f of R1, R2, R3 etc. up to Rn t equal to 0, then the constraint is said to be holonomic constraint. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ R1, R2, R3 എക്സെട്ര Rn പൊസിഷൻ കോർഡിനേറ്റ്സ് ഒക്യുപ്പൈ ചെയ്യുന്ന ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ അഫക്റ്റ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ഏത് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം? എഫ് ഓഫ് R1, R2, R3 എക്സെട്ര Rn t ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ ഉണ്ടാകുന്ന കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഹോളോണോമിക് കൺസ്ട്രെയിൻ ആണെന്ന്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു റിജിഡ് ബോഡിയിൽ കൺസ്ട്രെയിൻ ആയ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്തിന് എക്സാമ്പിളാണ്? ഒരു ഹോളോണോമിക് കൺസ്ട്രെയിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കതൊരു ഹോളോണോമിക് കൺസ്ട്രെയിൻ്റെ ഫോം ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കൺസിഡർ എ റിജിഡ് ബോഡി. ദിസ് ഈസ് എ റിജിഡ് ബോഡി ആൻഡ് പോയിൻറ്റ്സ് ആർ I, J, K എക്സെട്ര. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്, ith പോയിൻ്റ്, ഇത് jth പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിൻറ്റ്സാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിരിക്കും, ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസും എപ്പോഴും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഈച്ച് പെയറിൻ്റെ കേസിൽ. ഇനി ഈ ith പൊസിഷനിലുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് Ri ആൻഡ് jth പൊസിഷനിലുള്ള പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടറാണ് Rj. ഇനി നമ്മളിവിടെ പറയുന്ന റെസ്ട്രിക്ഷൻ എന്താണ്? ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Ri, പൊസിഷൻ വെക്ടറാണ് Ri മൈനസ് Rj ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, ഓർ സിംപ്ലി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്
RI minus RJ equal to some constant. നമ്മൾ ഐയും ജെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ith പാർട്ടിക്കിളും jth പാർട്ടിക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുത്തത്. സോ വി ക്യാൻ റൈറ്റ് ദിസ് കോൺസ്റ്റൻറ്റ് ആസ് CIJ, ഓർ വി ക്യാൻ റൈറ്റ് RI minus RJ minus CIJ equal to 0. So we can express this constraint of the form holonomic constraint. അതുകൊണ്ട് നമുക്ക് പറയാം റിജിഡ് ബോഡി is an example of a holonomic constraint. നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഓഫ് എ റിജിഡ് ബോഡി, അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആർ ഡിപ്പെൻഡ് അപ്പോൺ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. For a rigid body, consider 3 points, that is one point P1 and another point P2, then P3, and the distances between these points are R12. Distance between P1 and P2 നമ്മൾ R12 എന്ന് പേര് കൊടുത്തു. P2 and P3 is R23, and distance between P1 and P3 which is R13. That is, these distances R12, R13 and R23 are always fixed. അപ്പോൾ നമുക്കറിയാം നമ്മൾ RI and RJ, RI minus RJക്ക് നമ്മൾ CIJ എന്നാണ് പേര് കൊടുത്തത്. ith പൊസിഷനിലും jth പൊസിഷനിലും ആയിരുന്നു പാർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ നമ്മൾ P1, P2, P3 അല്ലെങ്കിൽ 1, 2, 3 എന്ന് എടുത്തു എന്ന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ R1 മൈനസ് R2 അതെന്താണ്? R12 ആണ്. അപ്പോൾ സോ ഇവിടെ നമുക്ക് എഴുതാം R12 ഈക്വൽ ടു C12 വിച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ലെങ്ത് കോൺസ്റ്റൻറ്റ്, ആൻഡ് ഓൾസോ R23 equal to C23 equal to constant, and R13 equal to C13 equal to a constant. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കൺസ്ട്രെയിൻസിൻ്റെ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ഈ 3 ഇക്വേഷൻസ് അല്ലെങ്കിൽ 3 ഇക്വേഷൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ഇവിടെ പ്രസൻ്റ് ആണ്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് ഒരു റിജിഡ് ബോഡിക്ക് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു റിജിഡ് ബോഡിക്ക് ടോട്ടൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് പോസിബിൾ ആയിട്ടുള്ളത്. 3 ട്രാൻസ്ലേഷണൽ മോഷനും അതുപോലെ തന്നെ 3 റൊട്ടേഷണൽ മോഷനും. അപ്പം ഈ കേസിൽ നമ്മൾ ഇവിടെ 3 കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത്. അപ്പം നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺസ്ട്രെയിൻസിനെയും കൂടെ പരിഗണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 3n മൈനസ് k. ഇതാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ 3 ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ 3 ആണ്. സോ 3 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു 9 മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വിച്ച് ഇസ് ഈക്വൽ ടു 6. അങ്ങനെയാണ് നമുക്ക് ഒരു റിജിഡ് ബോഡിക്ക് ടോട്ടൽ ഓഫ് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആണ് എന്ന് പറയണത്. 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പോസിബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടെ 6 ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് അവൈലബിൾ ആണ്. ഇനി ഈ ഒരു സിസ്റ്റത്തിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മളൊരു പോയിൻറ്റിനെ കൂടെ കൺസിഡർ ചെയ്താൽ സാധിക്കൂ എന്ന് നോക്കാം. സപ്പോസ് നമ്മൾ വേറൊരു പോയിൻറ്റ് PI ഇവിടെ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ PI കാരണം ഇവിടെ അഡീഷണലായിട്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കുക, എപ്പോഴും ഈ PIയുടെ കേസിലും എങ്ങനെയായിരിക്കും, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P1, P2 ആൻഡ് P3 ഈസ് ഓൾവേസ് ഫിക്സ്ഡ്. സോ PI എന്ന് പറഞ്ഞ പോയിൻറ്റിന് നമ്മൾ അഡീഷണലായിട്ട് കൺസിഡർ ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല, നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻക്രീസ് ആയി കിട്ടിയൊന്നുമില്ല. സോ നമുക്ക് പറയാം ഈ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ റിജിഡ് ബോഡി സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാണ്, 6 ആയിരിക്കും. അത് ഓൾവേസ് 6 ആയിരിക്കും. 3 ട്രാൻസ്ലേഷണൽ മോഷൻസും അതുപോലെ തന്നെ 3 റൊട്ടേഷണൽ മോഷൻസും. ഇനി നമുക്കറിയാം ഓൾറെഡി ഉള്ള 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ നമ്മൾ കൂടുതൽ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വീണ്ടും റെഡ്യൂസ് ചെയ്യപ്പെടാം.
ഇപ്പം ഇവിടെയുള്ള ആകെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ് എന്നുള്ളതാണ്. സോ ആ ഒരു കേസിൽ നമുക്ക് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച കാര്യം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ഓഫ് എ റിജിഡ് ബോഡി. നമ്മൾ അതിൽ നിന്ന് റിജിഡ് ബോഡിയിലെ കൺസ്ട്രെയിൻസിനെയൊക്കെ കൺസിഡർ ചെയ്ത് ടോട്ടൽ ഓഫ് 9 - 3 നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് ആണ് എന്ന കൺക്ലൂഷനിൽ എത്തി. താങ്ക് യു.